സ്കിൻ കെയർ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു റിസൾട്ടും കിട്ടില്ല. കമൻറ്റ് വഴി എല്ലാവരും പറയാറുന്ന പോലെ എന്താ പറയുക, റിസൾട്ട് കിട്ടി പോയി, റിസൾട്ട് കിട്ടി പോവുകയാണ് വെച്ചാലും നിങ്ങൾ പിന്നീട് അത് നിർത്താതിരിക്കുക. അത് ദിവസവും നിങ്ങൾ ചെയ്യുക, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കമൻറ്റ് വഴി ചിലവരൊക്കെ ചോദിക്കണത് കേൾക്കാം. എനിക്ക് ചോദിക്കണതിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ പറയുകയാണ് അതിന് മറുപടി. ചിലപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നിങ്ങളുടെ മുഖം ആദ്യം നോക്ക് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓരോ കമൻറ്റായിട്ട് സ്ഥിരമായിട്ട് ഒരാൾ എനിക്ക് സ്ഥിരമായിട്ട് നെഗറ്റീവ് കമൻറ്റ് അടിക്കാറുണ്ട്. എനിക്കതിലൊരു പ്രശ്നമില്ല, നിങ്ങൾ എത്ര വേണമെച്ചാലും നെഗറ്റീവ് കമൻറ്റ് അടിച്ചോ. കാരണം നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങണത്. പക്ഷേ നെഗറ്റീവ് കമൻറ്റ് മാത്രം ഇട്ടിട്ട് എന്താ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ആ ചോദിച്ച വ്യക്തിയോട് ഞാൻ പറയുക, ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ ഞാൻ വെളുത്ത് തുടുത്തിരിക്കണം പെണ്ണാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ വെറും നിറത്തിലുള്ള ഒരാൾ തന്നെയാണ്. ആദ്യം എൻ്റെ മുഖം ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മുഖം ഒരുവിധം ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ സംസാരിക്കണത്. എൻ്റെ മുഖം ഭയങ്കര പിഗ്മെൻറ്റേഷനും മൂക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അത് ഞാൻ ഡെയിലി ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഒരു പരിധി വരെ എൻ്റെ മുഖത്തുനിന്ന് പോയി. പിന്നെ സത്യം പറയാൻ ഞാൻ വെളുത്തിട്ടല്ല, പിന്നെ വെളുക്കുക എന്ന് മാത്രമൊന്നുമല്ല, ഒരു ഹെൽത്തി സ്കിന്ന് അതാ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മുടെ മുഖത്ത് പാടുകളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു തിളക്കത്തോടു കൂടി, കൂടുതൽ തിളക്കമൊന്നും ഇല്ലെങ്കിലും നമുക്ക് പുറത്ത് അധികം മേക്കപ്പൊന്നും ഇല്ലാതെ പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നില്ലേ, നമ്മുടെ മുഖം കുഴപ്പമില്ല എന്ന്. അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കറിയാം. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എന്താ ഇപ്പം എൻ്റെ മുഖത്തിന് കുഴപ്പം, അല്ലച്ചാൽ കറുത്തിട്ടാണിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ട്. കറുത്തിട്ടാണിച്ചാലും കുഴപ്പമില്ല, വെളുത്തിട്ടാണിച്ചാലും കുഴപ്പമില്ല, ഇരുനിറത്തിലാണിച്ചാലും കുഴപ്പമില്ല. നമ്മളൊരു ഹെൽത്തി സ്കിന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വൈറ്റനിങ് ക്രീം അല്ലച്ചാൽ വൈറ്റനിങ് പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടാറുണ്ട്. സ്കിന്നിന് ആ സമയത്ത് നല്ല കളറും കിട്ടാറുണ്ട്. ഡെയിലി നമുക്ക് ഇടാൻ പറ്റാത്തവരാണ് അതെന്ന് വെച്ചാലും നമുക്ക് വേറെ എന്തെങ്കിലും പാക്ക് ഡെയിലി ഇടുന്നത് നല്ലതാണ്. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക, അതിന് ശേഷം നിങ്ങൾ എന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഡെയിലി ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് എന്ത് കിട്ടാനാണ് അല്ലേ. പിന്നെ ഞാൻ ഡെയിലി ഒരു പാക്കോ ചിലപ്പോൾ 2 പാക്കോ ഇടാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ആ ദിവസം ഞാൻ ചിലപ്പോൾ വീഡിയോയും എടുക്കുന്നുണ്ടാവും, ഈ ട്രൈ ചെയ്ത് നോക്കണതും ഉണ്ടാവും. അങ്ങനെ 2 പാക്കൊക്കെ ഇടാറുണ്ട്. സ്കിന്നിന് പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത്ര കാലം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസോ അല്ലച്ചാൽ എന്താ പറയുക, നമ്മൾ വൈദ്യശാല ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങണ എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് മുഖക്കുരു വരുമായിരുന്നു. അതുപോലും ഇപ്പോൾ എനിക്ക് ഒരു പരിധി വരെ എനിക്ക് മുഖക്കുരു പോലും വരണില്ല. അല്ലച്ചാൽ പീരീഡ്സ് ടൈമിൽ എനിക്കൊരു 4-5 മുഖക്കുരു വരാറുണ്ട്. അതുപോലും എനിക്കിപ്പോൾ ഒരെണ്ണം വന്നു ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കണതുകൊണ്ടാണ്. കാരണം ഒരു കുരു വന്നാലും അതിൻ്റെ ആ പാട് കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മളത് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ നമുക്കറിയാം, പീരീഡ് ആവാറായി, അപ്പോൾ കുരു വരും, അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പാക്ക് ഇടുക, അല്ലെങ്കിൽ ഒരു ക്രീം തേക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അധികം പാക്ക് തന്നെ കേട്ടോ, ഞാൻ പാക്കാണ് അധികം ഉപയോഗിക്കാറ്. ഞാൻ പിന്നെ പറയാറുണ്ട് ഞാൻ എന്തൊക്കെ സിറം തേച്ചെന്നുള്ളത്. വിറ്റാമിൻ സി സിറം ഏറ്റവും നല്ലതാണ്. നിങ്ങളൊരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ സിറം വാങ്ങി ഉപയോഗിക്കണത് ഏറ്റവും നല്ലതാണ്. നമ്മൾ എന്താ പറയുക, സിറം ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അത് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇരട്ടി തന്നെയാണ്. ഇനി പകലൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് കൊണ്ട് ചിലർ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കും. അതും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ദോഷം. ഇപ്പോൾ ചൂട് കാലവും കൂടിയാണ്, സൺസ്ക്രീൻ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. സൺസ്ക്രീൻ തേക്കാൻ നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുത്. പുറത്ത് പോകണവരാണെച്ചാലും ശരി, വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരാണെങ്കിലും ശരി, സൺസ്ക്രീൻ ഉപയോഗിക്കണം. നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം എല്ലാവർക്കും ആവശ്യമാണ്. അത് ഓയിലി സ്കിന്നുകാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓയിലി സ്കിന്നുകാർ മോയ്സ്ചറൈസിങ് ക്രീം തേക്കാതിരിക്കരുത്. നിങ്ങൾ മോയ്സ്ചറൈസിങ് ക്രീമും തേക്കണം. നിങ്ങൾ ടോണർ ഉപയോഗിക്കണവരാണെന്ന് ടോണർ ഉപയോഗിക്കുക. ഞാൻ ടോണർ ഉപയോഗിക്കുന്നത് വീട്ടിലുണ്ടാക്കണതാണ് കേട്ടോ, വാങ്ങിയിട്ട് ടോണർ ഉപയോഗിക്കുന്നില്ല. വീട്ടിൽ തന്നെ ടോണർ ഉണ്ടാക്കും. വീട്ടിൽ തന്നെ ടോണർ ഉപയോഗിച്ച് നമുക്ക് സ്ഥിരമായി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട്, എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ടോണർ ഉണ്ടാക്കണത് പോലും. അപ്പോൾ നിങ്ങൾക്കും ഇത് കണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്നേ ഉള്ളൂ. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് ധാരാളം, 10 ദിവസത്തേക്കുള്ളത് ധാരാളമായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഒരു കേടും വരില്ല. സ്മെല്ല് വ്യത്യാസം വരികയാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ, ആ സമയത്ത് അത് മാറ്റി വേറെ ഉണ്ടാക്കുക, അത്രേ വേണ്ടുള്ളൂ. ഞാൻ ഒരേ ടോണറല്ല, മാറി ടോണർ ഉപയോഗിക്കാറുണ്ട്. പാക്കും അതുപോലെ തന്നെ, ഒരു പാക്കല്ലല്ലോ ഞാൻ ഉപയോഗിക്കുന്നു, മാറി പാക്കുകളാണ് ഉപയോഗിക്കുന്നത്.
ഒരു പാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ നമ്മളെപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഒരേ പാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കില്ലേ, ആദ്യമൊക്കെ റിസൾട്ട് കിട്ടി, പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടണില്ലേ തോന്നിയിട്ടാണ് ഞാൻ മാറി മാറി ഉപയോഗിച്ച് തുടങ്ങണം. അപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെയും മാറി മാറി ഉപയോഗിക്കാൻ തോന്നും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾ ഒരേ പാക്ക് ഉപയോഗിക്കാതെ നിങ്ങൾ മാറി മാറി പാക്കുകൾ ഉപയോഗിച്ച് നോക്കി. നമുക്ക് ഒരേ പാക്ക് ഉപയോഗിക്കാം. ഞാൻ പറയാറില്ല, ചിലതൊക്കെ നമ്മൾ 10 ദിവസം ഉപയോഗിക്കണതുണ്ട്, ചിലപ്പോൾ 2 ആഴ്ച നിങ്ങൾ ഓരോ ദിവസം ഇടവിട്ട് ഉപയോഗിക്കും എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ പാക്ക് ഉണ്ടാക്കുന്നത് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡെപ്പലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും, കളയാറേ ഇല്ല. ഞാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കും, മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ കഴുത്തിൽ തേക്കുകയോ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പാക്കുകൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം കളയാൻ നിൽക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി ബാക്കി ഉണ്ടെങ്കിൽ തീർച്ചയായും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ സിറം, വിറ്റാമിൻ സി സീറോ ഞാൻ അധികവും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് കമ്പനിയെ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്, പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ വിറ്റാമിൻ സി സീറം ഉണ്ടാക്കി അതിന് ശേഷം അത് ഉപയോഗിക്കാൻ തുടങ്ങി. അതിലും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. എനിക്ക് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയ ആൾക്കാർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കോളിലൂടെ വാട്സപ്പിലൂടെയൊക്കെ എനിക്ക് മെസ്സേജ് തരിക ചെയ്യുക, നല്ല സിറ ഞങ്ങളും ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്, നല്ലതാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കമൻറ്റ് അങ്ങനെ തരാറുണ്ട്. അല്ലാതെ അവർ ആ സിറത്തിൻ്റെ ചോട്ടിലാണെച്ചാലും കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ചില ആൾക്കാർ എന്നോട് കാണുമ്പോൾ പറയാറുണ്ട് ഞങ്ങളിപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കതൊരു സന്തോഷമാണ്. നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും, ഞാൻ ഉറപ്പ് തരിക കേട്ടോ. കാരണം എനിക്ക് അത്ര റിസൾട്ട് കിട്ടിയ സാധനം. പിന്നെ എന്താ പറയുക, മോയ്സ്ചറൈസിങ് ക്രീം സിറത്തിൻ്റെ മുകളിൽ തേക്കുക, അതിന് ശേഷം സൺസ്ക്രീൻ തേക്കുക, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. നമുക്ക് മുഖത്ത് തേച്ചുകൊണ്ട് മാത്രം ഒന്നിൻ്റെ റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പറ്റണ പോലെ ഡ്രൈ ഫ്രൂട്ട്സ്, സലാഡുകൾ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കഴിക്കുക. ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ വേണം നമുക്ക്. തിന്ന ടൈമിൽ ഇത്ര എന്നുള്ളൊരു കൺട്രോൾ നമുക്ക് വരുത്തുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മധുരം പാടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കുറച്ച് ദിവസം സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ പറയാറില്ലേ റിസൾട്ട് അപ്പം കിട്ടണില്ല പിന്നെ കിട്ടണില്ല പറയാറില്ലേ, അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം ഞാനൊരു വീഡിയോ എടുക്കുമ്പോൾ ഫേസ് പാക്ക് ഇടാനും നമുക്കത് മസാജിങ്ങിന് തന്നെ ടൈം വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വീഡിയോ ഭയങ്കര നീണ്ടുപോകും, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. എനിക്കല്ല ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ വന്ന് പറയണത്. ഒരുപാട് പേരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്, എന്താ പറയുക ലൈക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ സബ്സ്ക്രൈബർ വരുന്നുണ്ട്, അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്കിനി ജീവിക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിലൂടെ മാത്രമേ എനിക്ക് ഇനിയിപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയിൽ ഞങ്ങളുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഞങ്ങളിപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു ദയനീയാവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ കളിക്കണ ഒരാളൊന്നുമല്ല. 100 ടെൻഷൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോണത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന് തീരെ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 വർഷം കൊണ്ട് ആളൊരു ജോലിക്കും പോകണില്ല. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു റിസൾട്ടൊന്നും കിട്ടണില്ല. കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മക്കളാണെന്ന് 2 പേരും പഠിക്കുക, എനിക്ക് അവരെ പഠിപ്പിക്കണം. നാട്ടിലല്ലല്ലോ, ഞാൻ ഭോപ്പാലിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ടാൽ കുട്ടികൾ ഇവിടെയാണ് പഠിക്കണത്. പെട്ടെന്ന് നമുക്ക് ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഭോപ്പാലിൽ നിന്നേ പറ്റൂ എനിക്ക്. ഹസ്ബൻഡ് നാട്ടിലാണ്, ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ പോകണമെന്ന് ഉണ്ട്. ചിലപ്പോൾ ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം നാട്ടിൽ പോയി നോക്കണം എന്താ അവസ്ഥ എന്നുള്ളത്. എനിക്ക് കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇട്ടെറിഞ്ഞ് എനിക്ക് ഓടി പോകാനും പറ്റണില്ല. പിന്നെ ഒരു വരുമാനവും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു വരുമാനവും ഇല്ല. എങ്ങനെയോ തട്ടി നീങ്ങിപ്പോണ്ടെന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു ജീവിതം ജീവിച്ചു പോകുന്നത്. പിന്നെ നമ്മളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ചതുകൊണ്ടൊന്നും നമുക്കൊരു കാര്യമില്ലല്ലോ. ടെൻഷൻ ഉണ്ട് ചില സമയത്ത്. കൂടുതൽ ടെൻഷൻ വരുമ്പോഴാണ് നിങ്ങളോട് ഞാൻ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളത് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ കരഞ്ഞിട്ട് എന്താ കാര്യം. സത്യമാണ്, നമ്മൾ കരഞ്ഞതുകൊണ്ടോ വിഷമിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് എന്താ ദൈവം വിധിച്ചിരിക്കുന്നത് അതുപോലെ വരുന്നുള്ളൊരു വിശ്വാസത്തിൽ ഇപ്പം ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഒക്കെ വരണോടത്ത് വെച്ച് കാണാം എന്നുള്ളൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീഡിയോ കണ്ട് സഹായിക്കണവർക്ക്. പിന്നെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും വീഡിയോ കാണുന്നവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും
എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ ബൈ. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.